ഇതുകൂടി ഞങ്ങൾ കഴിയേക്ക്. എന്താ ഇത് ഹരിയേട്ടാ? ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് കഴിക്കൂടെ? പിന്നെ നിന്നെ ഞാൻ എന്തിനാണ് കിട്ടിയത്? ഇതൊക്കെ അതിലും പെടും. എന്താണ് ഇവിടെ രക്ഷപ്പാട്? ഇവക്കെന്നെ ഡ്രസ്സ് കഴിയാൻ പറ്റിയല്ലോ. ഇതും കൂടെ കഴുകിയിട്ടെന്ന് പറഞ്ഞേ ആകാശമൊന്നും ഇടിഞ്ഞ് നിലത്ത് വീഴാൻ പോണില്ല. ഞാനൊക്കെ വന്നു കയറുന്ന സമയത്തോണ്ടല്ലോ ഇവന്റെ അച്ഛന്റെ മാത്രമല്ല ആ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും കഴുകിയിടുമായിരുന്നു. ഇപ്പൊ ഓരോരുത്തരുടെ പുതുമകള്. ഇതൊക്കെ ഇവള് കഴുകിക്കോളൂ. നീ വേണം. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എവിടെയെങ്കിലും പോകുമ്പോ ഇങ്ങനെ ചൂലും പിടിച്ച് മുമ്പ് വന്ന് നിൽക്കരുതെന്ന്. അതച്ഛ അമ്മ പറഞ്ഞിട്ടാ. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എപ്പോഴും അടിച്ചു വരാൻ പറഞ്ഞത്? ഇതിവിടെ സ്ഥിര സൂക്കേടാ. ആരെങ്കിലും ഒന്ന് പുറത്തിറങ്ങട്ടും ഉടനെ അവിടെ ചൂലും കൊണ്ടങ്ങ് ഇറങ്ങിയേക്കും. അടിച്ചതല്ലടി നീ പാടും. നിങ്ങൾ പോയ കാര്യം എന്തായി മനുഷ്യ? ലോണ് കിട്ടിയോ? എണ്ണം വിട്ടവളെ കണ്ടോണ്ട് പോയപ്പോഴേ വിചാരിച്ചതാ ഇന്നൊന്നും നടക്കൂല. എന്തിനാണ് തുള്ളുന്ന കാര്യം പറയേ? ലോണ് കിട്ടിയില്ല. എവിടെ നശൂരം പിടിച്ചവള്? എടീ നീയാ കാരണം എന്നീ നിന്റെ വീട്ടിൽ കെട്ടിയെടുത്ത് അന്നീ വീട് മുടിഞ്ഞു. അവലക്ഷണം കെട്ട സാധനം മേലിൽ എന്റെ കണ്ണുമ്പോ കണ്ടുപോകരുതില്ല. ഹരിയേട്ടാ, ഈ പറഞ്ഞ 25-ാം തീയതി എന്റെ ചേട്ടന്റെ കൊച്ചിന്റെ നൂലേട്ടാ. നമുക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കണ്ടേ? ഞാൻ വരുന്നില്ല, നീ വെക്കോ. ഹരിയേട്ടാ, അത് നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്ക്. വെറും കൈയോടെ എങ്ങനെയാ കയറി ചെല്ലുന്നേ? ചേട്ടാ, എനിക്കൊരു 5000 രൂപ തരൂ. 5000 രൂപ? നീ ചോദിക്കുമ്പോ പൈസ എടുത്തു തരാൻ നിന്റെ കുടുംബത്തിൽ നിന്ന് എടുത്തു വെച്ചിരിക്കുന്ന. നിന്റെ വീട്ടുകാർ പറഞ്ഞ സ്ത്രീധനത്തിന് ബാക്കി ഇതുവരെ തന്നിട്ടില്ല. കല്യാണ സമയത്ത് എന്തൊക്കെയാ പറഞ്ഞ? 101 പവൻ കാറ് മാത്രം എടുത്തു തന്നാ പോരാ, അതിന്റെ ലോൺ കൂടി അടച്ചു തീർക്കാൻ പറ. ആ ഫിനാൻസുകാർ എന്നെ ദിവസം കിടന്ന് വിളിക്കാണ്. നിന്റെ അച്ഛന്റെ ആർഭാടം പത്രാസം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു അവിടെ എന്തൊക്കെയോ ചീരവിത്തുണ്ടെന്ന്. പിന്നെ നിന്റെ ഒരു ചേട്ടനുണ്ടല്ലോ, കൈവീശി വീട്ടിൽ കയറി വരികയല്ലേ, അവരോട് പോയി ലോൺ അടയ്ക്കാൻ പറ. എനിക്കൊരു ആവശ്യം വന്നാലേ ഞാൻ നിങ്ങളുടെ അടുത്തല്ലാതെ വേറെ ആരോടാ ചോദിക്കേണ്ടേ? വെറും ഒരു 5000 രൂപയിലേ ഞാൻ ചോദിച്ചോളൂ. പിന്നെ കല്യാണ സമയത്ത് ഉള്ളത് തന്നാൽ മതി എന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇപ്പൊ എന്താ ശ്രീധരത്തിന്റെ പേരിൽ ഒരു കണക്ക് പറയുന്നേ? എന്റെ വീട്ടുകാർ എന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയും തന്നിരിക്കും. നിന്റെ വീട്ടിൽ കാശ് ഉണ്ടേലും ഇല്ലേലും എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടിയേ പറ്റുള്ളൂ. എടി, നീ ചോദിച്ച 5000 രൂപയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അപ്പൊ എനിക്ക് കുറച്ച് നീറും. നിനക്കത് മനസ്സിലാവണമെങ്കിലേ സ്വന്തമായിട്ട് ഉണ്ടാക്കണം പൈസ. അപ്പ അറിയാം. നീ എന്തോ നേരത്തെ? ഇന്ന് നേരത്തെ ക്ലാസ് കഴിഞ്ഞു. ചേട്ടനല്ല വരുന്നുണ്ടല്ലോ. നീ എന്താ നേരത്തെ? ഇന്ന് ക്ലാസ് നേരത്തെ കഴിഞ്ഞു. അതെ ചേട്ടാ, കോളേജിൽ നിന്ന് എല്ലാരും ടൂർ പോണുണ്ട്. ലാസ്റ്റ് ഇയർ അല്ലേ, എനിക്കും പോണം. അതിനെന്താ, നീ പൊക്കോ, ഫുൾ ചെലവ് എന്റെ വക. അതെ ചേട്ടാ, 5000 രൂപയാണ്. അതിനെന്താ, 5000 രൂപയുടെ കാര്യമില്ലല്ലോ. താങ്ക് യു ചേട്ടാ. അമ്മ, ഞാൻ പുറത്തു പോകും. നിനക്ക് എവിടാ ടൂർ എന്നാ പറഞ്ഞ? അത് ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞ ശേഷേ ചേട്ടൻ എന്നോടുള്ള സ്നേഹം കുറഞ്ഞൊന്ന് ഞാൻ ചെക്ക് ചെയ്തില്ലേ. എടി കളി, നീ ആള് ഭയങ്കരയാണല്ലോ. ഇതും കൂടെ കഴുകിയിട്ടെന്ന് പറഞ്ഞേ ആകാശമൊന്നും ഇടിഞ്ഞ് നിലത്ത് വീഴാൻ പോണില്ല. ഞാനൊക്കെ വന്നു കയറുന്ന സമയത്തോണ്ടല്ലോ ഇവന്റെ അച്ഛന്റെ മാത്രമല്ല ആ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും കഴുകിയിടുമായിരുന്നു. ഇപ്പൊ ഓരോരുത്തരുടെ പുതുമകള്. നീയാ കാരണം എന്നീ നിന്റെ വീട്ടിൽ കെട്ടിയെടുത്ത് അന്നീ വീട് മുടിഞ്ഞു. അവലക്ഷണം കെട്ട സാധനം. എടി, നീ ചോദിച്ച 5000 രൂപയെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാ. അപ്പൊ എനിക്ക് കുറച്ച് നീറും. നിനക്കത് മനസ്സിലാവണമെങ്കിലേ സ്വന്തമായിട്ട് ഉണ്ടാക്കണം പൈസ. അപ്പ അറിയാം. നിങ്ങൾ എന്തിനാ എന്നെ കെട്ടിയത്? നിങ്ങളെ ഈ വിഴുപ്പലക്കാനും നിങ്ങളുടെ അച്ഛനും അമ്മയുടെ അടുന്നുപ്പം കേൾക്കാനാണോ? എടി, ഇതാണ് നിന്റെ കുഴപ്പം.
നീ അവരെ നിങ്ങളുടെ അച്ഛനും എന്ന് പറയാതെ സ്വന്തം അച്ഛനുമായിട്ട് കാണാൻ പഠിക്കും. അപ്പം തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഭർത്താവിന്റെ മാതാപിതാക്കളെ നമ്മൾ എത്ര സ്വന്തമായിട്ട് കണ്ടാലും അവർ തിരിച്ച് നമ്മുടെ മക്കളായിട്ട് കണ്ടില്ലെങ്കിലേ ഒരു പ്രശ്നവും തീരാൻ പോകുന്നില്ല. നീ എന്താ ചെയ്യും? എനിക്കൊന്ന് കുളിക്കണം. ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇനി എന്താ? ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കമ്പനിയില്ല. മിക്കവാറും എനിക്കത് കിട്ടും. നീ ആരോട് ചോദിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്? അച്ചിപ്പണം കൊണ്ട് ജീവിക്കേണ്ട ഗതികേടൊന്നും ഈ വീട്ടിൽ വന്നിട്ടില്ല. മര്യാദ കടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നോണം കേട്ടേ. പറ്റില്ല. എന്റെ ആവശ്യങ്ങൾ നടത്താണെങ്കിൽ എനിക്ക് ജോലിക്ക് പോയേ പറ്റുള്ളൂ. എന്നെ ധിക്കരിച്ച് നീ ജോലിക്ക് പോകുന്ന എനിക്കൊന്ന് കാണണം. ആ മോളെ, നീ ജോലിക്കാരി അവനോട് പറഞ്ഞോ? പറഞ്ഞമ്മേ, ഹരിയേട്ടൻ പോകണ്ടെന്നാ പറഞ്ഞേ. കല്യാണത്തിന് മുന്നേ ജോലിക്ക് വിടാന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ അവനെന്താ ഒരു മനംമാറ്റം? അവനെ വെറുപ്പിച്ചോണ്ട് ജോലിക്കൊന്നും പോവാൻ നിൽക്കണ്ട. അമ്മയോട് ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ടെന്ന്. എന്റെ പഠിത്തം കഴിഞ്ഞൊരു ജോലിയെ കിട്ടിയിട്ട് മതിയായിരുന്നു കല്യാണം. മോളെ, ജീവിതം എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഞങ്ങൾക്ക് നിന്നെ എത്രയും പെട്ടെന്ന് ആരുടെയും കയ്യിലൊന്ന് പിടിച്ചു കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയായപ്പോ നഷ്ടപ്പെട്ടത് എന്റെ ജീവിത. ഇതുപോലെ എത്രയോ പെൺകുട്ടികളുണ്ടെന്നറിയോ? ജീവിതത്തിൽ കല്യാണത്തേക്കാൾ വിദ്യാഭ്യാസത്തിന് അമ്മ എനിക്ക് പ്രാധാന്യം തന്നിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഏട്ടൻ എവിടെ അമ്മേ? അവൻ പുറത്തേക്ക് പോയിക്കോ. ശരി, ഞാൻ ചേട്ടനെ വിളിച്ചോളാം. ദേവികേ, 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 ഇത് എവിടെ പോയി കിടക്കുവാടി? എന്താ ചേട്ടോ? നിന്നോട് ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞതാണ് എനിക്ക് നാളെ ഓഫീസിൽ ഇടാനുള്ള ഡ്രസ്സാണ് അയൺ ചെയ്ത് വെക്കണമെന്ന്. ഈ ഒരു കാര്യം ഇത് എത്ര പ്രാവശ്യം പറയാനുണ്ട് നിന്നോട്? ഏട്ടാ, ഞാൻ അലക്കുമായിരുന്നു. ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ട് പോലും ഇല്ല. നമ്മുടേത് മാത്രമല്ല, അച്ഛന്റെ അമ്മയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അതിന് എന്റെ ഒരു നൈറ്റ് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ. ആരെങ്കിലും എടാ, ഈ താലിയെ നിനക്കിത് എവിടെ തല്ലാനുള്ള ലൈസൻസ് ഒന്നുമല്ല. എവിടെ ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നം നടക്കുകയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നേരിട്ട് ഒന്ന് കണ്ടപ്പോൾ എല്ലാം മനസ്സിലായി. എടാ, ഭാര്യ തല്ലുന്ന വലിയ അംഗീകാരമാണെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? നിനക്ക് അടിമപ്പണി ചെയ്യാനും നിന്റെ അടിയും തൊഴിയും കൊള്ളാൻ വേണ്ടിയല്ല ഇവിടെ നിൽക്കുന്നത്. നിനക്ക് അവളെ ഭാര്യയെ കാണാൻ പറ്റിയില്ലെങ്കിൽ എവളെ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുപോകും. അല്ലെങ്കിൽ നീ കാരണം ഇനി എവളെ കണ്ണ് നിറഞ്ഞെന്ന് ഞാൻ അറിഞ്ഞ ഇനി ഞാൻ വരുമ്പോൾ കയ്യും വീശി ആയിരിക്കില്ല വരുന്നത്. എന്റെ കയ്യിൽ ഒരു റീത്തും കൂടെ ഉണ്ടാവും. അത് നിന്റെ ഈ നെഞ്ചത്ത് വയ്ക്കാനായിരിക്കും. പിന്നെ ജോലി, നീ കഷ്ടപ്പെട്ട് പഠിച്ചതേ ജോലി കിട്ടാൻ വേണ്ടിയാണ്. ഇവിടെ വന്ന് അടുക്കളപ്പണി ചെയ്യാൻ വേണ്ടിയല്ല. അതുകൊണ്ട് നീ ജോലിക്ക് പോകണം. പോയിരിക്കും. എല്ലാവരും കേൾക്കാൻ വേണ്ടിയാ പറയണം. പോട്ടെ മോളെ. അപ്പൊ പോട്ടെ അളിയ.